നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറ് മോര് ഉപ്പിട്ട് ചേർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ പച്ചമുളക്, ഉള്ളി. അപ്പോൾ ഈ ചോറ് കാണുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടാവും. അങ്ങനെയൊന്നും കരുതണ്ട, ഞാൻ പറയാം. ഇത് കൂർക്ക ഉപ്പേരി, ഇത് വെള്ളം. മോരൊഴിച്ച് ചോറുണ്ണുമ്പോൾ ചിലപ്പോൾ നെഞ്ചിൽ കെട്ടാൻ സാധ്യതയുണ്ട്, അപ്പോൾ വെള്ളവും വേണം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ. വരൂ, നമുക്ക് കഴിക്കാം. നമുക്ക് കഴിച്ചാലോ? നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? കാപ്പി കുടിച്ചോ? വെള്ളം കുടിച്ചോ? ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും വരൂ, നമുക്കൊരുമിച്ച് കഴിക്കാം. അപ്പോൾ ഇന്ന് ഇത് നിങ്ങൾ കാണുമ്പോൾ ഇത് തണുത്ത ചോറാണെന്ന് കരുതും. കാരണം എല്ലാവരും തണുത്ത ചോറ്, തലേദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ചിട്ടിട്ട് അതിൽ ഇതുപോലെ മോരൊഴിച്ച് ഉള്ളി പച്ചമുളകൊക്കെ തിരുമ്പി കഴിക്കാറുണ്ട്. എന്നാൽ ഇത് തണുത്ത ചോറല്ല. ഇനി അത് തെറ്റിദ്ധരിക്കണ്ട. സാമ്യമായിട്ട് എന്താ തണുത്ത ചോറുണ്ടെന്നൊന്നും ചോദിക്കരുത്. ഇത് നമ്മളിപ്പോൾ വെച്ച ചോറ് ഞാൻ വിളമ്പി വെച്ച് ചൂടാറിയതിന് ശേഷം ഇതിൽ മോരൊഴിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കഴിക്കണമെന്ന്. മാത്രമല്ല, നമുക്ക് തീരെ വിശപ്പില്ല എന്ന് കണ്ട എൻ്റെ ചോറ് ഇതാണ്. നമുക്ക് തീരെ വിശപ്പില്ല, ഭക്ഷണം വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കഴിക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇങ്ങനെ മോരിൽ നിന്ന് അങ്ങോട്ട് വാരി ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക. പുളി കുറഞ്ഞ മോര നല്ലത് കേട്ടോ. ഇത് ഇത്തിരി പുളിയാണ്. കാരണം എന്താ വെച്ചാലേ മോര് കറി വയ്ക്കാൻ മേടിച്ചത് ഞാൻ. നിങ്ങൾ തലേദിവസത്തെ ചോറ് കഴിക്കണവരാണെങ്കിൽ ഇതുപോലെ കഴിച്ച് നോക്കൂ കേട്ടോ. എൻ്റെ കൊച്ചു പ്രായത്തിലൊക്കെ ഞാൻ തണുത്ത ചോറ് കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മോരൊഴിച്ച് ചോറുണ്ണുമ്പോൾ നെഞ്ചിൽ കെട്ടും. എനിക്ക് അതിനുണ്ടാവാറുണ്ട്. അതാണ് ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോഴത്തെ കോർക്കൊന്നും രുചിയില്ല. അതിൻ്റെ രുചിയും മണം എല്ലാം മണ്ണിൽ വെച്ച് തന്നെ അവസാനിക്കുക. കാരണം കണിയുടെ വളങ്ങൾ ഇട്ടിട്ടാണ്. അതിനു വേണ്ടി പഴയ കാലങ്ങളിൽ, നമ്മുടെ ആദ്യ കാലത്തൊക്കെ കൂർക്ക കാച്ചണ മണം കേട്ട എവിടേക്ക് കേൾക്കും, അപ്പോൾ ചോറുണ്ണാൻ തോന്നും. അതൊന്നുമില്ല. മഴയുടെ മക്കളെ, മഴയിൽ എത്ര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരിക്കുന്ന, അപകടങ്ങളും.
എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ എവിടെ പോയി കാണാമോ? ഇപ്പോൾ വീഡിയോകളൊന്നും അധികം കാണുന്നില്ല എല്ലാവരും. സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൺമക്കളും പെൺമക്കളും എനിക്കുള്ളൂ, മറ്റാരും കാണാനില്ല. ഒരു കമ്മ ഉപേക്ഷിച്ച് പോയിരുന്നത് തോന്നുന്നത്. അമ്മ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കാണാനില്ല. അല്ലേ, സുഖമായി ആവശ്യത്തിന് ചോറ് വെച്ച് തന്നു. അമ്മ എങ്ങടെ പോയിക്കണോ? രാവിലെ പോയതാ. ഓ മതി മക്കളെ, എനിക്കൊരു സ്വഭാവമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് കിടക്കണം. ആകെ തളരും, ശരീരമൊക്കെ തളർച്ച. അപ്പോൾ കിടക്കണം. കിടന്നു കഴിഞ്ഞാൽ ഒരു സുഖം. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ സൗണ്ട് ഉണ്ടോ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സൗണ്ട് എന്നെ ക്ഷമിക്കുക. അപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ വലിയ സൗണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ. അന്ന് എൻ്റെ പെങ്ങന്മാരുടെ അടുത്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ പെങ്ങൾ എന്നെ ചീത്ത പറയും. ആടെയല്ല ചവയ്ക്കണ പോലെ സൗണ്ട് കുറച്ച് കഴിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ അത് കുറച്ചപ്പോൾ കൂടെ നിൽക്കുക. അപ്പോൾ ഇത്തിരി സൗണ്ടുള്ളൂ കേട്ടോ, ക്ഷമിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം, ചാനൽ കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സന്തോഷം.